പ്രചാരണങ്ങളിൽ വിതുമ്പി മുതിർന്ന CPIM നേതാവ് PK ശ്രീമതി. ചില മാധ്യമങ്ങൾ തനിക്കെതിരെ വൃത്തികെട്ട പ്രചാരണം നടത്തുന്നു. ജനം, കർമ്മ, ഭാരത് ലൈവ് എന്നീ ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശ്രീമതി പറഞ്ഞു. വ്യാജ വാർത്തകൾ നൽകുന്നവർക്ക് അമ്മമാർ ഇല്ലേ എന്നും ശ്രീമതി ചോദിച്ചു. ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ ഒരു വാക്കിനോട് ചോദിക്കുക, ഇല്ല. ആരെങ്കിലും ഇങ്ങനെയുണ്ടെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ? അല്ല ഇതിൻ്റെ പിന്നിൽ എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് അവരെ വലിയ തരത്തിൽ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുകൂടി ആ വാക്കുകളിൽ വ്യക്തമാണ്. അത്രമാത്രം വിതുമ്പിയാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ എന്താണ് അവർ ഇപ്പോൾ പറയുന്നത്? ഇതിൽ ഏത് രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടത്, DGPക്കും കൊടുക്കണം. ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടത്, DGPക്കും കൊടുക്കണം. ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ ഒരു വാക്കിനോട് ചോദിക്കുക, ഇല്ല. ആരെങ്കിലും ഇങ്ങനെയുണ്ടെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ? അല്ല ഇതിൻ്റെ പിന്നിൽ എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടത്, DGPക്കും കൊടുക്കണം.
വലിയ തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങളാണ് തനിക്കെതിരെ നടക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മുതിർന്ന CPIM നേതാവ് PK ശ്രീമതി മാധ്യമങ്ങളോട് വിതുമ്പിയാണ് അവർ അക്കാര്യം പ്രതികരിച്ചത്. എന്തായാലും നടപടി സ്വീകരിക്കുമെന്ന് തന്നെ പറയുകയാണ് അർജുൻ രാജ്. വിവരങ്ങളുമായി ചേരുകയാണ് അർജുൻ. അവർ പറഞ്ഞതുപോലെ 50 വർഷമായി ഈ സമൂഹത്തിന് മുന്നിലുള്ളതാണ്, സാമൂഹിക പ്രവർത്തകയാണ്. അത്തരത്തിൽ വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അവർക്കെതിരെ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗൗരവകരമായിട്ടുള്ള വിഷയം കൂടിയാണ്. അവരെ അത് മാനസികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് PK ശ്രീമതി പറയുന്നത്? സ്വാതി, ഇത് സംബന്ധിച്ച് കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് PK ശ്രീമതി. സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഏറെ വൈകാരികമായി വിതുമ്പി കരയുന്ന നിലയിലേക്ക് പോയി ടീച്ചർ എന്നുള്ളതാണ്. ഇതിനു മുൻപൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നീട് മാധ്യമപ്രവർത്തകർ വന്ന് ആണ് അവരെ ശാന്തയാക്കാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസിൽ കേസ് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. ഈ പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കൃഷ്ണൻ എന്ന് പേരുള്ള ഒരു MLA, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് PK ശ്രീമതിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഒരാൾ ഈ ഫാമിലി പെൻഷൻ, കുടുംബ പെൻഷൻ നിയമസഭയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ്. ഇത് വിവരാവകാശ പ്രകാരം ലഭിച്ച വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലുള്ള വാർത്ത ശ്രീമതി ടീച്ചർക്കെതിരെ കൊടുത്തിട്ടുള്ളത്. ഇത് വ്യാജ വാർത്തയാണ് എന്ന് പറയുന്നു. ഇത് അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ കൂടിയും അക്കാര്യം ശ്രീമതി ടീച്ചറോട് തിരക്കാൻ ഈ വാർത്താ മാധ്യമങ്ങൾ എന്തായാലും തയ്യാറായിരുന്നില്ല. അവരുടെ അനുമതി ഇല്ലാതെ കൂടിയാണ് അത്തരത്തിലൊരു വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ചില ഓൺലൈൻ ചാനലുകളും മറ്റൊരു മാധ്യമവും ചേർന്നാണ് ഈ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. ഇതിന് ആധാരമായിട്ടുള്ള വിവരാവകാശ രേഖയിൽ ഇങ്ങനെ PK ശ്രീമതി എന്നൊരു പേര് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ ഇത് ഉള്ളതാണോ അല്ലെങ്കിൽ PK ശ്രീമതി ടീച്ചർ തന്നെയാണോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ തയ്യാറാകാതെ അങ്ങനെ ഒരു വാർത്ത കൊടുത്തു എന്നുള്ളതാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസിലും മറ്റ് നിയമ നടപടികളും സ്വീകരിക്കാനാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചർ ഒരുങ്ങുന്നത്. ശരി അർജുൻ. എന്തായാലും ഇങ്ങനെ വിതുമ്പിയാണ് മാധ്യമങ്ങളോടെല്ലാം വന്ന് പ്രതികരിച്ചത്. ഇത് ഈ ഒരു കാര്യം മാത്രം കൊണ്ടാണ് മുൻപും പലതവണ ഇതുപോലത്തെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും ഒക്കെ PK ശ്രീമതിയുടെ പേര് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ ഇനിയൊരു നിയമ നടപടിയിലേക്ക് പോകുന്നത്? സ്വാതി, മുൻപും സമാനമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ ശ്രീമതി ടീച്ചർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ BJPയുടെ നേതാവായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ ടീച്ചറോട് പരസ്യമായി തന്നെ മാപ്പ് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതിന് പിന്നാലെ ഈ PK ശശിയുടെ കേസുമായി ബന്ധപ്പെട്ട് തീവ്രത കുറഞ്ഞ പീഡനം എന്നുള്ളൊരു പരാമർശം നടത്തി എന്ന നിലയ്ക്ക് വലിയ തോതിൽ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരികയും ശ്രീമതി ടീച്ചർ പിന്നീട് നിയമ നടപടികളൊക്കെ സ്വീകരിക്കുന്ന നില വന്നു. ഇത് പിന്നീട് മറ്റൊരു കേസാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവമാധ്യമങ്ങളിൽ, ഓൺലൈൻ ചാനലുകളിൽ ഒരു മാധ്യമത്തിൽ അങ്ങനെ പ്രചരിക്കുന്നതാണ്. അതിൽ ഈ പറയുന്ന PK ശ്രീമതി എന്ന പേരിൽ ഒരാൾ ഒരു MLA ആയിരുന്ന ഭർത്താവിൻ്റെ പെൻഷൻ, ഫാമിലി പെൻഷൻ വാങ്ങുന്നു എന്ന നിലയ്ക്കാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അത് പറയുന്നത് ശ്രീമതി ടീച്ചർ ഈ കൃഷ്ണൻ എന്ന പേരുള്ള ആളുടെ ഭാര്യയാണെന്ന് നടിച്ച് ഫാമിലി പെൻഷൻ വാങ്ങുന്നു എന്ന നിലയ്ക്കാണ് ഈ വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലടക്കം ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടക്കുന്നതിന് കാരണമാകുന്ന നിലയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ശ്രീമതി ടീച്ചർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ ഏറെ വൈകാരികമാകുന്ന നിലയിലേക്ക് പോകുകയാണ് ഉണ്ടായത്. പിന്നീട് മാധ്യമപ്രവർത്തകരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ടീച്ചറെ കുറെ കൂടി ശാന്തമാക്കാൻ ശ്രമിച്ചത്.